ഹായ് ഫ്രണ്ട്സ്, ദുപ്പഹിയ ആമസോൺ പ്രൈമിൽ മാർച്ച് 2025 റിലീസ് ചെയ്ത ഒരു സീരീസാണ് ദുപ്പഹിയ. 9 എപ്പിസോഡുകളുള്ളത്. ഓരോ എപ്പിസോഡിനും ഏകദേശം ആവറേജ് ദൈർഘ്യം 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെയാണ്. ഇതിന്റെ ബേസിക് സ്റ്റോറി ആണെന്ന് പറയാം. ധടക്പൂർ എന്ന പേരിലൊരു ഗ്രാമം. അവിടെ കഴിഞ്ഞ 24 വർഷമായിട്ട് ക്രൈം ഒന്നുമില്ല, ക്രൈം ഫ്രീ വില്ലേജ് ആണ്. അവരങ്ങനെ 25 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കുന്ന ഒരു ടാപ്പ് തരാം. ഇവിടെ ശുദ്ധജലമൊന്നും ഇപ്പം ലഭിക്കുന്നില്ല. അതേസമയം തന്നെ കഥയിൽ ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയിലെ ഒരു പെൺകുട്ടിക്ക് കല്യാണ ആലോചന വരുന്നു. അപ്പോൾ പുറമേയുള്ള ഒരു ആലോചനയാണ് വന്നത്. ഈ ഒരു ചെക്കൻ ആരാണെന്ന് വെച്ചാൽ മുംബൈയിലുള്ള ആളാണ്. അപ്പോൾ ഇവർക്കൊക്കെ ആവേശം, എങ്ങനെയെങ്കിലും ഇവിടെ സിറ്റിയിലേക്ക് കെട്ടിച്ചയക്കണം. പക്ഷെ അവർ നല്ല സ്ത്രീധനം ചോദിക്കുന്നുണ്ട്. അവിടെ എന്താണ് സ്ത്രീധനം ചോദിച്ചതെന്ന് വെച്ചാൽ ഒരു 2 വീലർ ബുള്ളറ്റാണ് ഉദ്ദേശിച്ചത്. ഈ സീരീസിന്റെ പേര് ദുപ്പഹിയ എന്നാണ്. ദുപ്പഹിയ എന്ന് വെച്ചാൽ 2 വീലർ. അങ്ങനെ ഉള്ള പൈസയൊക്കെ കണക്ക് കൂട്ടി അവരൊരു ബുള്ളറ്റ് മേടിക്കുന്നു. ആ ബുള്ളറ്റ് ആരോ കട്ടുകൊണ്ടു പോകുന്നു. അപ്പോൾ എന്തായി, ക്രൈം ഫ്രീ വില്ലേജ് എന്നുള്ള സ്റ്റാറ്റസ് പോകല്ലോ കംപ്ലൈന്റ് കൊടുത്താൽ. ഇതിന് ശേഷം ഈ ഗ്രാമത്തിലുള്ളവരും ഈ കുടുംബക്കാരും എന്ത് ചെയ്യും? അത്യാവശ്യം സിമ്പിളായ ഒരു പ്ലോട്ടാണ്. അതിനെ നല്ല സിമ്പിളായിട്ട് നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിൽ നമ്മൾ പഞ്ചായത്ത് എന്നുള്ള സീരീസ് കണ്ടിട്ടുണ്ട്. ഒരു പഞ്ചായത്ത് ലെവലൊന്നും ഇല്ലെങ്കിൽ കൂടി നല്ല രീതിയിൽ ഒരു ഫീൽ ഗുഡ് മോഡലിൽ അങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയൊരു സീരീസാണ് ദുപ്പഹിയ. പെർഫോമൻസ് പറയുന്നതാണെങ്കിൽ ഇതിൽ പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ അനിയനായിട്ട് സ്പർശ് ശ്രീവാസ്തവ, ലാപ്പത ലേഡീസ് എന്നുള്ള സിനിമയിൽ അഭിനയിച്ച നടൻ, വളരെ നാച്ചുറലായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മികച്ച പെർഫോമൻസ്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഒരു സൈഡ് കിക്കായിട്ട് നടക്കുന്ന വേറൊരു നടൻ കൂടിയുണ്ട്. അയാളും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ അച്ഛനായിട്ട് ഗജരാജ് റാവു, അദ്ദേഹവും മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ കുറേ ഈ പെണ്ണ് കാണാൻ വരുന്ന ആ ഒരു ചെക്കൻ, പിന്നെ ഈ പെണ്ണിൻ്റെ മുൻപത്തെ എക്സ് ലവർ, അങ്ങനെ പെർഫോമൻസ് ഒക്കെ ഗംഭീരമായിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ഈ സീരീസ് കാണുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതൊരു ഫീൽ ഗുഡ് സീരീസ് ആണെങ്കിൽ കൂടി എല്ലാ ക്യാരക്ടേഴ്സിനും അത്യാവശ്യം ഗ്രേഷ്യായിട്ടുണ്ട്. എല്ലാവരും കുറച്ച് സെൽഫിഷ് ആണ്. അല്ല, അതൊരു തെറ്റായ കാര്യമായിട്ടൊന്നുമല്ല പറയുന്നത്, ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ, അത്രയേ ഉള്ളൂ. മനുഷ്യ ജീവിതത്തിലും ആൾക്കാർ ഇടക്കിടക്കൊക്കെ സെൽഫിഷ് ആവുമല്ലോ. അതങ്ങനെ നല്ല രീതിയിൽ ഇവർ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ആമസോൺ പ്രൈമിന്റെ ആ ഒരു ക്വാളിറ്റി കണ്ടന്റ്സുകളിൽ ഒന്നുകൂടി അതാണ് ദുപ്പഹിയ. ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 4/5.